പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. വിശുദ്ധ മത്തായി സുവിശേഷം 28:20. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ കുർബാനയിലൂടെ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോട് കൂടെയായിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ അങ്ങ് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇന്നോളം കടന്നുപോയ എല്ലാ ജീവിത അനുഭവങ്ങളെയും ഓർത്ത് സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഉത്കണ്ഠകളെയും ആകുലതകളെയും പരിപാലനയും ഓർത്ത് നല്ല തമ്പുരാനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളായിരിക്കുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ അധ്വാന മേഖലകളെ, പ്രവർത്തന മേഖലകളെ, തൊഴിൽ മേഖലകളെ, ഉപജീവന മാർഗങ്ങളെ, പഠന മേഖലകളെ, ആത്മീയവും ഭൗതികവും ശാരീരികവുമായ തലങ്ങളെ, സാമ്പത്തിക മേഖലകളെ, തൊഴിൽ മേഖലകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ തിരുരക്തത്തിൻ്റെ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചൈതന്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് നിരന്തരമായി വർഷിക്കണമേ എന്ന് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും. കർത്താവായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അങ്ങയോട് കൂടെയായിരിക്കാൻ, അങ്ങിൽ വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ ചിന്തകളിലെല്ലാം കർത്താവിൽ വസിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങിൽ ജീവിക്കാൻ, അങ്ങിൽ ചരിക്കാൻ, അങ്ങിൽ ശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ ശ്വാസത്തിലും കർത്താവെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മാത്രമുള്ള ഒരുക്കമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്ക് വായിക്കുകയോ കേൾക്കുകയോ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയോ അല്ല, മറിച്ച് വചനം പറയുന്നു, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം. നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നാം വായിച്ച വചനം കേട്ട് ധ്യാനിച്ച് അത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പുറത്തേക്ക് വരണം. നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ വാക്കുകളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക് അത് കടന്നു വരണം. അത് കുറച്ച് നാളത്തേക്കല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ. അതാണ് വചനം പറയുന്നത്. എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും
എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളത് പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ളത് ചോദിച്ചാൽ അതെല്ലാം തരുന്ന നല്ല തമ്പുരാനെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ, പ്രാർത്ഥനാ നിയോഗങ്ങളെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ഭവനത്തെ, അന്തരീക്ഷത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, വചനത്തിൻ്റെ വലിയ അഭിഷേകത്താൽ അതിനെ പരിപൂർണമായി അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കുന്നതിന് വേണ്ടി യാചിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അതായത് കർത്താവിനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന്, ഈശോയെപ്പോലെ ജീവിക്കാൻ, ഈശോയുടേതായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈശോയും നമ്മളും തമ്മിലുള്ള വലിയ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. നാം കർത്താവിൻ്റേതാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ, തലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങയോട് ചേർന്ന്, അങ്ങയുടെ വിശുദ്ധിയോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വലിയ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇടപെടാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങയിൽ വസിക്കുകയും അങ്ങയുടെ വചനം ഞങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കിഷ്ടമുള്ളത് അങ്ങ് തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 6:8, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പൊന്നു തമ്പുരാനെ, ആ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ പരിപാലനയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ശക്തമായ കൃപാവരം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് വർഷിക്കണമേ, ചൊരിയണമേ. നിയമാവർത്തന പുസ്തകം 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. യോഹന്നാൻ 6-ാം അധ്യായം 37-ാം തിരുവചനം, എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പുനഃതമ്പുരാനെ, ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു, പ്രതിഷ്ഠിക്കുന്നു, പരമേൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവർക്കെതിരെ കടന്നു വരുന്ന, അവരെ സ്വാധീനിക്കുന്ന, അവരെ അലട്ടുന്ന, അവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും, തിന്മയുടെ സ്വാധീനങ്ങളെയും, അന്ധകാര ശക്തികളെ, കെട്ടുകളെ, ബന്ധനങ്ങളെ, ഭിന്നതയുടെ ദുരാത്മാക്കളെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ദുരാത്മാക്കളെ, ജഡികാസക്തിയുടെ, മദ്യാസക്തിയുടെ ദുരാത്മാക്കളെ, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ക്ഷുദ്രവിദ്യ, കൈവിഷത്തിൻ്റെ സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ, നിത്യകന്യകയായ പരിശുദ്ധമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ, വിശുദ്ധ മിഖായേലിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന് കീഴിലേക്ക് ആട്ടിപ്പായിക്കുന്നു, നിത്യനരകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ ഈ വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ,
പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ, വിശുദ്ധ മിഖാലിൻ്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ശാസിക്കുന്നു. നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് ശാസിക്കുന്നു, കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ കൃപാവരം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് വർഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കൃപാവരം നിറയട്ടെ. ഈശോയെ, ഞങ്ങളുടെ തിരുവിലാവിൽ നൽകുന്ന തിരുരക്തത്താൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, അന്തരീക്ഷത്തെ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ, ജ്വലിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതങ്ങളെയും കുടുംബത്തെയും അന്തരീക്ഷത്തെയും സമർപ്പിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ കരം നീട്ടി, വലതുകരം നീട്ടി, അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വലം കൈ നീട്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ നിൻ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.